പിന്തിരിഞ്ഞു കളയുന്ന മനുഷ്യവർഗത്തിലും പിശാചി വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ കെടുതിയിൽ നിന്നും മനുഷ്യരുടെ റബ്ബും എന്നാൽ അവരുടെ ഇലാഹും അവരുടെ മാലിക്കുമായ അല്ലാഹുവോട് ഞാൻ കാവൽ ചോദിച്ചുവെന്ന് പറയൂരിയേ എന്നാണ് നമ്മൾ അതിന്റെ ബാഹ്യർപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട തജ്വീദിന്റെ നിയമങ്ങൾ നമ്മളിൽ പഠിക്കുക. എന്താണ് ശബ്ദുള്ള നൂനും മീമും ഉന്നത്തോട് ഉച്ചരിക്കണം. എന്നുള്ള നൂന് ശബ്ദുണ്ടായാൽ പോലെ അവന് ഉന്നത്ത് വേണം. ഉന്നത്ത് എന്ന് പറഞ്ഞാൽ അത് കരിമൂക്കിൽ നിന്ന് വരുന്ന ശബ്ദമാണ് എന്നൊക്കെ പ്രതിപാദിച്ചു. അങ്ങനെ ഉന്നത്തോട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ രണ്ടെണ്ണമാണ്. വിശുദ്ധ ഖുർആനിൽ ആ കാര്യങ്ങളുടെ ശ്രദ്ധയോടുകൂടെ ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും ഉന്നത്തോട് ഉച്ചരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ശബ്ദോടുകൂടെ ഉന്ന ചെയ്തോ ശബ്ദോടുകൂടെ ഉന്ന ചെയ്തോ അവക്കുള്ള പേര് ഇത് എപ്പോഴും നീ നല്ലതാ. അപ്പൊ ഈ വിഷയം നമ്മൾ പ്രതിപാദിച്ചു. നമുക്ക് പറയാനുള്ള ഫലത്തിനെ സംബന്ധിച്ച സൂറത്തുൽ ഫലഖ് നമുക്ക് ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഖാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. صدق الله العلي العظيم. ഇവിടെ അതിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നാം പ്രതിപാദിക്കുന്ന വിഷയം ഈ സൂറത്തിൽ മുഴക്കത്തോട് ഉച്ചരിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. അത് ആ രൂപത്തിൽ തന്നെ ഉച്ചരിക്കണം. അതിനെ ഹുറൂഫുൽ ഖൽഖല എന്നാണ് പറയാം. ഒരാൾ ഈ സൂറത്തുൽ ഫലഖിനെ ഓതുന്ന സമയം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ എന്നോദിയാൽ ആ ഖിറാഅത്ത് തെറ്റാണ്. കാരണം എന്തുകൊണ്ട് അവിടെ കൽക്കലത്തിന്റെ അർഫിനെ ശ്രദ്ധിച്ചിട്ടില്ല. കൽക്കലത്തിന്റെ അർഫുകൾ എന്ന് പറഞ്ഞാൽ 5 എണ്ണം. ആ 5 അക്ഷരങ്ങളെ കൽക്കലത്ത് ചെയ്ത് പറയണം. കൽക്കലത്താണ് നല്ല മുഴക്കത്തോട് വിളിച്ചിരിക്കണം. അതിനാണ് കൽക്കലത്ത് എന്ന് പറയാം. ഏതൊക്കെയാണ് 5 അക്ഷരങ്ങള്? ഖാഫ്, താ, ബാ, ജീം, ദാൽ. ഈ അക്ഷരങ്ങളാണ്. ഇത് പഠിച്ചു വെക്കാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ന് പറയാം. ഈ 5 അക്ഷരങ്ങളെ മുഴക്കത്തോട് ഉച്ചരിക്കണം. അതുകൊണ്ട് ഇവർക്ക് നമുക്ക് ഹറൂഫുൽ ഖൽഖല എന്ന് പറയാം. ഇവക്കുള്ള പേര് കൽക്കലായ എന്നറിയണേ. ഇവക്കുള്ള പേര് കൽക്കലായ എന്നറിയണേ. കുത്തുബുജബ് എന്ന 5 അക്ഷരം ഓർക്കണം. ഇവക്കുള്ള പേരെന്താണ്? കൽക്കലക്കൽ എന്നാണ്. അപ്പൊ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നോദിയാ പോരാ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد
ദിവസവും കൃത്യസമയത്ത് ഒരു തെറ്റാതെ അത് എല്ലാ ദിവസവും കൃത്യമായി ചെയ്തിരുന്നു. ഇരുൾ കിട്ടിയ രാത്രിയെ പിറ്റേന്ന് അവൻ പ്രകാശപൂരിതമാക്കി തീർന്നു. ഇത് നമ്മുടെ ടെക്നോളജികൾക്ക് സാധ്യമല്ല, മനുഷ്യ കഴിവിന് അപ്പുറമാണ്. ഇത് അല്ലാഹു നിയന്ത്രിക്കുന്നതാണ്. ആ അല്ലാഹുവിനെ നമ്മുടെ ഏത് വിഷയങ്ങളെയും ഈ രൂപത്തിൽ പ്രകാശമാക്കാൻ പണിയില്ല. നമ്മുടെ ഇരുൾ മുട്ടിയ മനസ്സുകളെ പ്രഭാപൂരിതമാക്കാൻ, പ്രസന്നമാക്കാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് എല്ലാ കാര്യവും അല്ലാഹുവിലേക്കാണ് കാര്യമേൽപ്പിക്കേണ്ടത്. അവനിലോടാണ് കാവൽ തേടേണ്ടത്, അവനിലേക്കാണ് ശരണം പ്രാപിക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് പ്രഭാതം എന്ന് അവൾ പറയാൻ പ്രത്യേക വേറെ കാരണങ്ങളുണ്ട്. പ്രഭാതത്തിന് മറ്റുള്ള സമയങ്ങളെക്കാളൊക്കെ മഹത്വമുണ്ട്. എന്ന് നിമിത്തങ്ങൾ പറഞ്ഞ പ്രഭാതത്തിന് വലിയ ബർക്കത്തുണ്ട്. മാത്രമല്ല പ്രഭാത സമയത്ത് ആരിഫീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ ഇബാദത്ത് ചെയ്യുന്ന സമയമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മലായികത്തുകൾ അവരുടെ സാന്നിധ്യങ്ങളുള്ള സമയമാണ്, നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ധാരാളം മഹത്വങ്ങളുടെ പ്രഭാതത്തിന് അതൊന്നും ഈ സമയത്ത് പറയാൻ സമയമില്ല. പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് വിഭാഗം മലായികത്തുകൾ, അവർ മാറി മാറി വരും. ഒന്ന് മലായികത്തുൻ ഫിൽ ലൈൽ, രാത്രിയിൽ വരുന്ന മലായികത്തുകളാണ്. അവര് അസ്തമയ സമയത്ത് ഇറങ്ങും. അവർ കയറിപ്പോവുക നാളത്തെ സുബഹി നിസ്കാരത്തോടുകൂടെയാണ്. മലായികത്തുൻ ഫിൽ നഹാർ, പകൽ സമയത്ത് മറ്റൊരു മലായികത്ത് നിങ്ങളിലേക്ക് ഉയർന്നു വരും. ആ മലായികത്ത് ഇറങ്ങി വരുന്ന ആളെ സുബഹിക്കാൻ അവർ കയറിപ്പോകുന്ന അപ്പൊ ആ രൂപത്തിൽ എല്ലാ ദിവസവും കണ്ടിന്യൂ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളത്തെ സുബഹിക്ക് രണ്ട് വിഭാഗം മലായികത്തുകൾ വിളിച്ചുകൂടും. ഒന്ന് ഇന്ന് അസറിൽ ഇറങ്ങിയ മലായികത്തുകളും നാളെ സുബഹിക്ക് വേണ്ടി ഇറങ്ങുന്ന മലായികത്തുകളും. അപ്പോ ആ രണ്ട് മലായികത്തുകളും കൂടി ഒരുമിച്ച് കൂടുന്ന സമയമാണ് ഈ ഫലക്കിന്റെ സമയം. അതുകൊണ്ട് തന്നെ മാത്രമല്ല നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് അസറിന് വന്ന ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള മലായികത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഖുർആന്റെ ക്ലാസ് വരെ വെച്ചിട്ട് എത്ര ആള് പങ്കെടുത്തു, ആരൊന്നും പങ്കെടുത്തില്ല, ആർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ കഴിയാത്തവരാരൊക്കെ എന്നൊക്കെ ഈ മലായികത്തുകൾ നോക്കി അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ആളെ സുബഹി സമയത്ത് ഓടിപ്പോകുമ്പോ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിനോട് ചോദിക്കും. ഹബീബാ നബി തങ്ങൾ പറയുന്നു ഹദീസിൽ, അള്ളാഹു ചോദിക്കും കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോലും എന്റെ അടിമയുടെ അവസ്ഥ എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ അവര് പറയും അൽഫലാ മദ്രസയിൽ ഖുർആൻ ക്ലാസ് വെച്ചിട്ട് ഇത്ര ആള് പങ്കെടുത്തു, ഇത്ര ആള് പങ്കെടുത്തില്ല എന്ന് കറക്റ്റ് ആരൊക്കെ പങ്കെടുത്തു, ആരൊക്കെ പങ്കെടുത്തില്ല, നമ്മുടെ പേരും അഡ്രസ് അള്ളാഹു അവർ രേഖപ്പെടുത്തും. അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹു അവർ രേഖപ്പെടുത്തും. അള്ളാഹുവിനെ അറിയാം, എന്നാലും അവരുടെ അള്ളാഹു ചോദിക്കും. കാരണം ഈ ഖുർആന്റെ ക്ലാസ് അത് വെച്ചിട്ടുള്ളത് നമ്മുടെ നമ്മുടെ അൽക്കാമിങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം കൊടുക്കുക, അതിനെ ഉപയോഗപ്പെടുത്തുന്നത് അത് നിങ്ങളുടെ ബാധ്യതയാണ്. അവസരം കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയുമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതില്ല എന്നുള്ള ചോദിച്ചൊല്ലുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തആല പങ്കെടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടിയ ആളുകൾക്ക് അല്ലാഹു ധാരാളം ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പുലരിയുടെ രക്ഷിതാവായ അല്ലാഹുവിനോട് ഒരു തഫ്സീർ, വേറെ പല തഫ്സീറുകളുണ്ട്. ഒന്നൊന്നിൽ നിന്ന് വേർതിരിക്കുന്ന അല്ലാഹു, സമുദ്രത്തിനെ കരയിൽ വേർതിരിച്ചവനാണ് അല്ലാഹു, മുട്ടയിൽ നിന്നും കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് വേർതിരിച്ചവനാണ് അല്ലാഹു, ഗർഭിണികളിൽ നിന്നും കുട്ടികളെ അവൻ വേർതിരിച്ചവനാണ് അല്ലാഹു, സത്യത്തിൽ നിന്നും അസത്യത്തിനെ വേർതിരിച്ചവനാണ് അല്ലാഹു. അങ്ങനെ എല്ലാത്തിനെയും മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് ഓരോന്നിനെയും രേഖപ്പെടുത്തി തന്ന അല്ലാഹു, ആ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവൻ പഠിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അവൻ പഠിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെ നിന്നും, അത് മനുഷ്യനാവട്ടെ, ജനാവട്ടെ, മൃഗമാവട്ടെ, എല്ലാവരുടെ സർവ്വത്തിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. എല്ലാ വസ്തുക്കളുടെ സർവ്വത്തിൽ നിന്നും
ഇനി അതിന് മറ്റൊരു തഫ്സീറിൽ കാണാം. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറിക്കുന്ന തഫ്സീറിൽ കാണാം മിൻ ശജ്ജി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സർവ്വാപം ഇബ്ലീസിൽ നിന്നാണ്. സർവ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കെടുതിയാണ്. അപ്പോൾ അല്ലാഹു സൃഷ്ടിച്ച ഏറ്റവും വലിയ സർവ്വാരാണ്? അത് ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ സർവ്വിൽ നിന്ന്, അതുപോലെ തന്നെ അവന്റെ സഹായിക സർവ്വിൽ നിന്ന്, അതുപോലെ തന്നെ നരകത്തിന്റെ സർവ്വിൽ നിന്ന് മറ്റൊരു തഫ്സീറാണ്. ധാരാളം തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് വിശാലമായി പ്രവേശിക്കുന്നില്ല. അവൻ പടച്ചിട്ടുള്ള എല്ലാത്തിന്റെ സർവ്വിൽ നിന്നും ഇനിയോ രാത്രിയുടെ സർവ്വിൽ നിന്നും അത് കൂരാക്കൂലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, രാത്രി അതിന്റെ മുരമുയ ഉരുട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതാ ശർറുകൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതിന്റെ വഴികൾ അടിഞ്ഞു പോകും. അത്തരം ശർറുകൾ വരുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. നമ്മൾ കണ്ടതല്ലേ